السلام ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അപ്പോൾ ഏതായാലും സുഹൃത്തുക്കളെ, ശബ്ദം കേൾക്കുന്നില്ലേ? ശബ്ദം ഇല്ലേ? ഏതായാലും അൽഹംദുലില്ലാ, ഏതായാലും ജിന്നിൽ കുരുങ്ങിയ മുജാഹിദുകൾ അങ്ങനെ നാരിയത്ത് സ്വലാത്തിലൂടെ വീണ്ടും അതാ ഇപ്പോ കുനൂത്തിലൂടെ അതിശക്തമായ ഭിന്നതയിലൂടെ കടന്നു പോവുകയാണ്. അപ്പൊ അതിനിടയിൽ ഏറ്റവും രസകരമായ വിഷയം, ഇപ്പൊ പലപ്പോഴും മുജാഹിദുകളായ ആളുകള് മുജാഹിദിനെയും അതുപോലെ തന്നെ പാവപ്പെട്ട നമ്മുടെ സുന്നികളെയും, ഒന്നും അറിയാത്ത സുന്നികളെയും പറ്റിക്കാൻ വേണ്ടി അവർ പറയുന്നത്, അത് ബാലുശ്ശേരി പറഞ്ഞത് അത് സുബഹിസ്കാരത്തിലെ കുനൂത്ത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്, അല്ലാതെ വിത്തറിലെ കുനൂത്ത് നമ്മൾ എതിരല്ല എന്നാണ് ഇവര് മനഃപൂർവ്വം കബളിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. അത് ഞങ്ങൾ SGV വിടുകയില്ല. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അപ്പോൾ നമ്മുടെ ഈ സഹോദരങ്ങൾക്ക് അതുപോലെ തന്നെ ഈ സമൂഹത്തിന് എത്തിച്ചു കൊടുത്തത് പോലെയുള്ള ദൗത്യം ഈ പ്രാവശ്യവും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഈ വിഷയത്തിൽ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മുജാഹിദിന്റെ ഔദ്യോഗികമായ മുജാഹിദ് വിഭാഗത്തിന്റെ ഏറ്റവും വലിയ നേതാവായ AP അബ്ദുൽ ഖാദർ മൗലവി ഈ വാദം മുരടോടെ, അതിന്റെ കുണ്ടയോടെ പിഴുതെറിയുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ അബൂ റഫ ഇപ്പൊ നിങ്ങൾ കേൾപ്പിക്കും. ഏറ്റവും രസം, ഈ വാദം കേട്ടപ്പോ കേൾപ്പിക്കാരൻ ഉസ്താദെ AP അബ്ദുൽ ഖാദർ മൗലവി ഒരു പൊട്ടിച്ചിരിച്ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ കുനൂത്തും തുടങ്ങി. ഞാൻ ഇയാളോട് പറഞ്ഞു, AP അബ്ദുൽ ഖാദർ മൗലവിയോട് പറഞ്ഞു, എല്ലാം കൂടി സംഘടനയിൽ ഇവരൊക്കെ പുറത്താക്കിയത് വളരെ നന്നായിനി, അല്ലെങ്കിൽ ഇയാൾക്കും കൂടി ഇതൊക്കെ ബാധകാവുമല്ലേ വയസ്സുകാലത്ത്. അതുകൊണ്ട് നേരത്തെ ഈ സക്കരിയാനെയും ഹുസൈൻ സലഫിയും ഒക്കെ പുറത്താക്കിയ നന്നായി, കുനൂത്ത് ഇപ്പൊ തുടങ്ങി എന്ന് പറഞ്ഞപ്പോ AP അബ്ദുൽ ഖാദർ മൗലവി ചിരിച്ചിരിക്കുന്നുണ്ട്. അത് ഒന്നര ചിരിയാണ്. അത് ഇൻഷാ അല്ലാഹ് അബൂ റഫ ഒരു 2 വട്ടം ഏതായാലും എല്ലാവരും കേൾപ്പിക്കണം. അപ്പൊ വ്യക്തമായി അദ്ദേഹം പറയുന്നുണ്ട് മുജാഹിദ് പ്രസ്ഥാനം. അപ്പൊ ഞാൻ ഇയാളോട് പറയുന്നുണ്ട് സ്വഹീഹായ, ഇപ്പൊ ഏറ്റവും രസം കുനൂത്ത് തുടങ്ങിയ കക്ഷികൾ പറയാണ് സ്വഹീഹായ ഹദീസ് ഉണ്ട്. ഇമാം നവവി റഹിമഹുല്ലയും അതുപോലെ തന്നെ ഇമാം റംലിയും ഇമാം ഇബ്നു ഹജർ ഹൈതമി തങ്ങളൊന്നും പറഞ്ഞപ്പോ ഇവര് സ്വഹീഹായ ഹദീസ് കണ്ടില്ല. അപ്പൊ ഇവര് ലൈഫായ ഹദീസ് കണ്ടതാ. ഇപ്പൊ ബാങ്ക് ലോക്കറിന് തുറന്നിട്ട് പുതിയ സ്വഹീഹായ ഹദീസ് എടുത്ത് കൊണ്ടുവന്നതാണ്. ഉളുപ്പില്ലാത്ത ഈ വഹാബികളെ കാര്യം. അപ്പോ ഈ സ്വഹീഹായ ഹദീസിന്റെ കാര്യം ഞാൻ AP അബ്ദുൽ ഖാദർ മൗലവിയോട് പറഞ്ഞപ്പോ ഇയാൾ പറയാണ് ഇത്രയും കാലം ഇല്ലാത്തൊരു സ്വഹീഹായ ഹദീസ് ഇപ്പം പെറുക്കി വന്നോ? നല്ല കഥയല്ലോ. കാലങ്ങളായിട്ട് മുജാഹിദ് പ്രസ്ഥാനം തെളിവില്ലാത്തത് കൊണ്ട് വിത്തറിൽ കുനൂത്ത് ഞങ്ങൾ ഓതാറില്ല. എപ്പോഴാണ്? അപ്പൊ ഏതായാലും ഹുസൈൻ സലഫിയെയും അതുപോലെ തന്നെ സക്കരിയ സലാഹിയും നഖശികാന്തം പരിഹസിച്ചും എതിർത്തും കൊണ്ട് അബ്ദുൽ ഖാദർ മൗലവി സംസാരിക്കുന്നത് ആദ്യം നമ്മളൊന്ന് കേൾക്കുക. നമ്മുടെ അബൂ റഫ മൈക്കിലേക്ക് വരട്ടെ. അതിന് ശേഷം കുട്ടി നേതാക്കന്മാർ വേറെ 2-3 ആൾക്കാരുണ്ട്. എല്ലാരും ഞങ്ങൾ ഏതായാലും റമദാൻ മാസമായിട്ട് നിങ്ങളൊക്കെ വരിഞ്ഞ് മുറുക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അബൂ റഫ വരട്ടെ. ഏതായാലും വിത്തറിലെ കുനൂത്ത് നമ്മൾ ആദ്യം ആരംഭിക്കാൻ ഇൻഷാ അല്ലാഹ്. അബൂ റഫ അബ്ദുൽ ഖാദർ മൗലവിയുടെ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ KNMന്റെ ജനറൽ സെക്രട്ടറിയാണ്. ഇത് പഴയതൊന്നല്ല, പുതിയതാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. ഇന്ന് അദ്ദേഹം തറാവീഹ് നിസ്കാരത്തിന് പോകുന്നതിന് മുമ്പ്, തറാവീഹ് ഇല്ലല്ലോ, അദ്ദേഹം രാത്രി രാത്രി നിസ്കാരത്തിന് അദ്ദേഹം പുറപ്പെടുന്നതിന് മുമ്പ് കിട്ടിയ ഏറ്റവും ലേറ്റസ്റ്റ് ക്ലിപ്പാണ്. കാരണം തറാവീഹ് ഞാൻ പറഞ്ഞിപ്പോ അവരിപ്പോ ബുദ്ധിമുട്ടാണ്ട, കാരണം തറാവീഹ് നിസ്കാരം ഇല്ലാന്ന് അവർ തന്നെ പറഞ്ഞാണല്ലോ. ഏതായാലും ഇൻഷാ അല്ലാഹ് അബൂ റഫ ഒന്ന് കേൾപ്പിക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി അതിന് ശേഷം പറയാം. അസ്സലാമു അലൈക്കും. പിന്നെ നിങ്ങള് മറ്റേ പുതിയ വിവരം അറിഞ്ഞിരുന്നോ? പിന്നെ അൽഹംദുലില്ലാ, പഠിച്ചോൻ കാത്തു എന്ന് പറഞ്ഞാൽ മതി. കാരണം ഇവരെല്ലാം നേരത്തെ പുറത്താക്കിയ വളരെ നന്നായി. ഇവരിപ്പോ കുനൂത്ത് തുടങ്ങിയാ നിങ്ങള് ഈ മറ്റേ സക്കരിയാന്റെ കക്ഷിയുടെ അവര് തലശ്ശേരി പുതിയൊരു വാദം തുള്ളപ്പോ പിന്നെ മറ്റേ അതൊന്നും പറഞ്ഞ ഷിർക്കിലേക്കുള്ള വഴിയാണെന്നാണ്. ഷിർക്കിലേക്കുള്ള വഴിക്ക് അത്ര വെറൈറ്റി അത് വസീലത്ത് ഷിർക്കാണ്. വസീലത്ത് ഷിർക്കിന് വേണ്ടിയിട്ട് ബാധിക്കേണ്ടതുണ്ടോ? അതെ 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 അതെ, അത് അങ്ങനത്തെ കൊണ്ടുവരുന്നുണ്ടോ? അതെ അതെ. എന്ത് തോന്നിയാസാണ്? ഷിർക്കല്ല, ശരി, വസീലത്ത് ഷിർക്കാന്ന് തന്നെ പറഞ്ഞു. അതെ, ഷിർക്കിലേക്കുള്ള വഴിയാണ്.
ശിർക്കിലേക്കുള്ള വഴിയിൽ എന്തിനാ വാക്സിൻ ആൾക്കാരെ? അതെ, ഈ ഷിർക്കിലേക്കുള്ള വഴിയിൽ വേണ്ടിയിട്ട് ഈ മാതൃസംഘടനയായിട്ട് തല്ലുകൂടേണ്ട ഒരാവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. അതെല്ലാം മാതൃസംഘടനയായിട്ട് വെറും വാദിക്കാൻ തന്നെ പാടുണ്ടോ? സീരത്ത് ശിർക്കിലേക്ക് ആളുകളെ കൊണ്ടുപോകാൻ പാടുണ്ടോ? അതെ അതെ അതെ, ശരിയാണ്. ആ വാദപ്രകാരം പിന്നെ പാടില്ലല്ലോ അല്ലേ? അല്ല ഇപ്പൊ മൂപ്പരിപ്പോ ആകെ കുടുങ്ങിയിട്ടല്ല. കാരണം വെച്ചാൽ പല വിഷയങ്ങളിൽ ഇപ്പൊ സുന്നികള് പിന്നെ സക്കരിയാനോട് ചോദിച്ചു തുടങ്ങി. ഇമാമിങ്ങൾ പറഞ്ഞത് മാത്രം, ഖുർആനും സുന്നത്തും മാത്രമല്ല തെളിവ്, ഇമാമിങ്ങൾ പറഞ്ഞത് തെളിവാണെങ്കിൽ ഇന്ന വിഷയം അത് ശിർക്കല്ലല്ലോ, ഇന്ന വിഷയം ശിർക്കല്ല, ഓരോന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നിങ്ങളിത് കേട്ടിരുന്നത് പിന്നെ ഈ തലശ്ശേരിയാണ് ഇപ്പൊ കുനൂത്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ ഇപ്പം പറയുന്നത് സ്വഹീഹായ ഹദീസ് ഉണ്ട് എന്ന് പറയുന്നത് കുനൂത്തിന്. വിത്തറിൽ കുനൂത്ത് തുടങ്ങി തറാവി പിന്നെ ഓ എത്രയോ കാലമായിട്ട് മുജാഹിദ് പ്രസ്ഥാനം ശരിയായി തെളിവില്ല എന്നുള്ളത് ഒഴിവാക്കി നമുക്കെന്താ കുനൂറ്റിനോട് വേറെ വല്ല വെറുപ്പുണ്ടോ? ഇപ്പൊ ചോദിക്കുമ്പോ എന്താണോ മൗലവി പറയുന്നത്? ഇപ്പൊ സ്വഹീഹായ ഹദീസ് ഉണ്ടെങ്കിൽ സ്വീകരിക്കണം എന്നാണ് പ്രമാണം. അപ്പൊ സ്വഹീഹായ ഹദീസ് ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് പറയുന്നത്. സ്വഹീഹായ ഹദീസ് കണ്ടു കഴിഞ്ഞാൽ അത് സ്വീകരിക്കണം. അതുകൊണ്ട് ഇപ്പൊ വിത്തറിൽ കണ്ട് ഈ കണ്ട കാലം വരെ കേട്ടോ നബിന്റെ സഹാബത്തിന്റെയും കഴിഞ്ഞിട്ട് താപീങ്ങളെ കാലം വരെ അത് പരിശോധനയിലായിരുന്നു. അവിടുന്ന് മറ്റൊരു പരിശോധിക്കേണ്ട വല്ല പ്രശ്നമുണ്ടല്ലോ. ഇപ്പൊ എല്ലാം പരിശോധന കഴിഞ്ഞല്ലേ. പക്ഷെ ഇയാളെ പിന്നിൽ ഇപ്പോഴും കുറച്ച് ആളുകളൊക്കെ കൂടുന്നുണ്ട്. അതാണ് ഇപ്പം വലിയ അതുണ്ടാവും. ഏത് ഫസാദിന്റെ ഇബ്ലീസാണ് ഞാനെന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാരുണ്ടാവും. അല്ല ഈ മറ്റേ ഞാനിപ്പോ പറഞ്ഞ സക്കരിയാന്റെ അല്ലേ ഈ ഹുസൈൻ സലഫി ഉണ്ടല്ലോ. ഹുസൈൻ സലഫി പിന്നെ ഓക്കെ അയാൾക്ക് തന്നെ അയാൾ വലിയൊരു ആനിമാന്നുള്ള വാദം പറയില്ല. എങ്ങനെ നല്ല പ്രാസംഗികനുള്ള വാദം. അയാൾ വലിയ ആനിമാന്നുള്ള വാദം അയാൾക്കേ ഇല്ല. പ്രാസംഗികനുള്ള വാദികൾ അയാൾക്കില്ലെങ്കിലും പാവപ്പെട്ട അതേപോലെ പാവപ്പെട്ട ജനങ്ങള് പക്ഷെ അയാൾ വലിയൊരു പണ്ഡിതനാണെന്നുള്ള ധാരണയില്ല. നല്ല പ്രാസംഗികനായാലും അത് വലിയൊരു ആനിമാന്ന് അയാൾക്കെന്നെ വാദമില്ല. അയാളിപ്പോ പറഞ്ഞിപ്പോ പിന്നെ ലേറ്റസ്റ്റ് പറഞ്ഞങ്ങൾ കേട്ടോ, തറാവീഹ് പിന്നെ 8 നല്ലത്, പക്ഷെങ്കിൽ 8 കൂടുതൽ നിസ്കരിക്കുന്നത് അത് ബിദഅത്താണെന്നോ അതുപോലെ പാടില്ല എന്നൊന്നും പറയുന്നത് ഹറാമാണ്. നമ്മളെ കേന്ദ്രീ അതുപോലെ തന്നെ പാകിസ്ഥാൻ മറ്റു ആ കാലത്തെ വലിയ വലിയ പണ്ഡിതന്മാരുമായിട്ട് പിന്നെ മറ്റേ തിരിച്ചു പോന്നാണ് ഞാൻ പോയി. ഇപ്പം ഓരോ കുതിരകളെ പിന്നാലെ കൊണ്ടൊരു ആവശ്യമില്ല. അല്ല ഇപ്പോ ചില കക്ഷികൾ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അതും കൂടി അറിയേണ്ടിട്ട് നിങ്ങളെ വിളിച്ചത്. അതായത് പിന്നെ സുബൈയിലെ കുനൂത്തെ KNM എതിർത്തിട്ടുള്ളൂ, വിത്തറിലെ കുനൂത്ത് KNM മുമ്പ് എതിർത്തിട്ടില്ല, പിന്നെ വിരോധിച്ചിട്ടില്ല എന്ന് പറയുന്നത് ഈ പിന്നെ വിത്തറസ്കാരുണ്ട്, രാത്രി വിത്തറസ്കാരുണ്ടല്ലോ. ഈ വിത്തറസ്കാരത്തിൽ കുനൂത്ത് ചില സ്ഥലത്തൊക്കെ ഓടുന്നതായിട്ട് കാണുന്നുണ്ട്. കുനൂത്ത് ഉണ്ടല്ലോ, കുനൂത്ത് വിത്തറിൽ കുനൂത്ത്, വിത്തറസ്കാരത്തിൽ കുനൂത്ത് കേട്ടില്ല. വിത്തറസ്കാരത്തിൽ കുനൂത്ത് സുന്നത്തല്ലേ? ഈ ഗൾഫിലുള്ള പള്ളികളിലെല്ലാം പിന്നെ കാണപ്പെടുന്നുണ്ടല്ലോ സമ്പ്രദായം. ഗൾഫിലുള്ള മക്കത്തും മദീനത്തൊക്കെ ഗൾഫിൽ സമ്പ്രദായം ഗൾഫിൽ കൊണ്ട് പലർക്കും പണ്ടത്തെ സമ്പ്രദായമായിട്ട് വരണം. അത് ശരി. അത് ശരി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അപ്പൊ വിത്തറിൽ കുനൂത്ത് തീരെ ഓതിയിട്ടില്ല. അത് ശരി. പിന്നെ അതുപോലെ തന്നെ ഹലോ ബുദ്ധിമുട്ടായ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഉണ്ടല്ലോ, അത് നബി പഠിപ്പിക്കാത്ത സ്വലാത്തായ പിന്നെ ഇന്നല്ലാഹു വ മലായികത്തുഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞതിൽ നബി പഠിപ്പിച്ച സ്വലാത്ത് തന്നെ വേണമെന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്വലാത്തായാലും നബി പഠിപ്പിച്ച സ്വലാത്തല്ലേ നമുക്ക് സുന്നത്ത്. അല്ല അല്ലാത്ത ചൊല്ലിയാൽ നമുക്ക് കൂലി കിട്ടുമെന്ന് നിൽക്കുന്നത്. അതിപ്പോ അറിയില്ല, പഠിച്ചോ തീരുമാനിക്കില്ല. എങ്ങനാ അത് കിട്ടുമല്ലോ പഠിച്ചോ തീരുമാനിക്കേണ്ടതാണ്, നമുക്കറിയില്ല.
അല്ല എന്നാലും പൊതുവായിട്ട് അതിനൊരു നിയമം ഉണ്ടാവില്ലേ? പിന്നെ അൽഹംദുലില്ലാ. അപ്പൊ എല്ലാരും കേട്ടില്ലേ സുഹൃത്തുക്കളെ? ക്ലിയറായിട്ട് കേട്ടാ? അപ്പൊ കേട്ടത് മനസ്സിലായവരൊക്കെ ഒന്ന് വന്ന് പ്രതികരിക്കുകയും ഒന്ന് മൈക്കിൽ വന്നിട്ട് എല്ലാവരും നമ്മളെ സുന്നി പ്രവർത്തകർക്കൊക്കെ ഒന്ന് പ്രതികരിക്കാലോ. അതായത് അയാളിപ്പോ അവനല്ല, ഒരു പ്രസംഗികനാണ് എന്നുള്ളതാണ് ഈ പട്ടാമ്പി ഹുസൈനെ. എങ്ങനെയാണ് അവരിപ്പോ പറഞ്ഞത്? പിന്നെ മൂപ്പരെ ഒന്ന് ഇടക്ക് ഊന്നി പറഞ്ഞത് നമുക്ക് ഖുർആനും സുന്നത്തൊന്നും അല്ല, അപ്പൊ സഹിയായ ഹദീസൊക്കെ കണ്ടെത്തിക്കണ്. ഇപ്പൊ പുതുതായിട്ട് ജിന്നൂരികള് സക്കരിയാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്, കുനൂത്തിന് ഹദീസൊക്കെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ മൂപ്പരുടെ മറുപടി എന്താ? ഞമ്മക്ക് കെ എം മൗലവിയെ പോലുള്ള വലിയ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവര് പറഞ്ഞോടത്ത് നിന്നാ മതി എന്നാണ്. അപ്പൊ ഖുർആനും സുന്നത്തും അല്ല, സഹിയായ ഹദീസ് ഉണ്ടായാലും ശരി അതൊന്നും എന്ത് ചെയ്യൂല, നമ്മൾ സ്വീകരിക്കൂല. ഉള്ള മുത്തലഖ് മുജ്തഹിദുകളായ അയിമത്തിനെ ഒന്നും നമ്മൾ തഖ്ലീദ് ചെയ്യൂല. പിന്നെ കെ എം മൗലവിയെ തഖ്ലീദ് ചെയ്യൂ എന്നാ പറഞ്ഞു, തഖ്ലീദ് ചെയ്താൽ മതിയെന്ന്. പിന്നെ മറ്റൊരു സംശയം, മറ്റൊരു കാര്യം, അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം എ പി അബ്ദുൽ ഖാദർ മൗലവി പറഞ്ഞു വിത്റിൽ കുനൂത്ത് സുന്നത്തില്ല. അങ്ങനെ കേട്ടില്ലേ സുഹൃത്തുക്കളെ? കേട്ടവരൊക്കെ ഒന്ന് എസ് അടിക്കുക. വിത്റിൽ കുനൂത്ത് സുന്നത്തില്ല, നബി ഓതിയിട്ടില്ല. കേട്ടവരൊക്കെ എസ് അടിക്കുക. എ പി അബ്ദുൽ ഖാദർ മൗലവിയുടെ സ്വന്തം നാവുകൊണ്ട് വിത്റിൽ കുനൂത്തില്ല, നബി ഓതിയിട്ടില്ല. ഒരാൾ കേട്ടിട്ടില്ല അത്ര. നിങ്ങളത് ശ്രദ്ധിച്ചില്ല. അബൂ സയ്യിദ, നിങ്ങൾ ശ്രദ്ധിച്ചില്ല അല്ലേ? ഞാൻ എപ്പോഴും പറയുന്നത് ക്ലിപ്പുകളൊക്കെ കേൾപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം, സൂക്ഷ്മമായി അവരെന്താ പറയണത് എന്നുള്ളത് ശരിക്കും ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അത് വീണ്ടും കേൾപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാ, കേൾക്കാം കേട്ടാ, വീണ്ടും കേൾപ്പിക്കും ഇൻഷാ അല്ലാഹ്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ എല്ലാരും കേട്ടല്ലോ. അപ്പൊ പിന്നെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, മക്കയിലും മദീനയിലും അടക്കം വിത്തറിൽ കുനൂത്ത് ഓതുന്നുണ്ടല്ലോ, ഇല്ലേ സുഹൃത്തുക്കളെ? ഇല്ലേ? 2 ഹറമിലടക്കം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ വിത്തറിൽ കുനൂത്ത് ഓതുന്നില്ലേ? ഉണ്ട്. അതിനെ കുറിച്ച് അയാളോട് പറഞ്ഞപ്പോ അയാൾ എന്താ പറഞ്ഞത്? അത് ജിഷാൻ ചോദിച്ചപ്പോ എന്താണ് ജിഷാനോട് പറഞ്ഞ മറുപടി? അതങ്ങനെ ഒരു സമ്പ്രദായമാണ്. കണ്ടാ? ഇതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? എന്നിട്ട് പറയുമ്പോഴൊക്കെ അവിടൊക്കെ എന്താണ്, ഞങ്ങൾ ആൾക്കാരാണ്. ഇപ്പൊ മുജാഹിദിന്റെ, കേരളത്തിലെ മുജാഹിദിന്റെ ആശയത്തിന് വിരുദ്ധമാണ് ഇത് വിത്റിൽ കുനൂത്ത് നിർവഹിക്കുക എന്നുള്ളത്. ഗൾഫ് രാജ്യങ്ങളിലെല്ലാം എന്തുണ്ട്, വിത്റിൽ കുനൂത്ത് നിർവഹിക്കുന്നുണ്ട്. സുബഹിക്ക് കുനൂത്തുള്ള സ്ഥലമുണ്ട്, ഇല്ലാത്തതുണ്ട് കേട്ടാ. സുബഹിയിൽ കുനൂത്തുള്ള സ്ഥലമുണ്ട്, ഇല്ലാത്ത സ്ഥലമുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഏത് മദ്ഹബാണോ ഫോളോ ചെയ്യുന്നത് അതിനനുസരിച്ചുണ്ടാവും. മനസ്സിലായില്ലേ? പിന്നെ അപ്പോ ചിലർക്കൊരു ധാരണ ഉണ്ടായിരുന്നു, എന്ത്, മുജാഹിദീങ്ങൾക്ക് അതിന് എതിർപ്പില്ല, അവര് സുബഹിസ്കാരത്തിലെ കുനൂത്തിനെ എതിർപ്പുള്ളൂ. അല്ല, വിത്തറിലെ കുനൂത്തും സുന്നത്തല്ല. സുന്നത്തല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ സുഹൃത്തുക്കളെ? സുന്നത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ആ അർത്ഥത്തിൽ അറിയുന്നവരൊന്നടിക്കി. സുന്നത്തല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിട്ടില്ല, അത് സുന്നത്തല്ല എന്ന് എ പി അബ്ദുൽ ഖാദർ മൗലവി ഇപ്പൊ പറഞ്ഞു. അതന്നെ അൽ അൻസാർ അടിച്ചതുപോലെ അത് വിദഅത്താണെന്നാ, അത് വിദഅത്താണെന്നാണ്. സുന്നത്തിന്റെ ഓപ്പോസിറ്റ് ആണല്ലോ വിദഅത്ത്. അപ്പോ കുല്ലു ബിദഅത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. എല്ലാ ബിദഅത്തും നരകത്തിലാണ്, എല്ലാ ബിദഅത്തും ദലാലത്താണ്, വഴികേടാണ്, എല്ലാ വഴികേടും നരകത്തിലാണ്. അപ്പൊ കേരളത്തിലെ മുജാഹിദുകളുടെ വാദപ്രകാരം വിത്റിൽ കുനൂത്ത് നിർവഹിക്കുന്ന, ഓതുന്ന, ഗൾഫിലൊക്കെ ഉള്ള എല്ലാ പള്ളികളിലും നിസ്കരിക്കുന്നവരും ആ നമസ്കാരത്തിൽ പിന്തുടരുന്നവരും എല്ലാം നരകത്തിൽ പോകുന്നവരാണ് എന്നുള്ള
മൂടൻ വിശ്വാസം വെച്ച് പുലർത്തുന്ന പമ്പര വിഡ്ഢികളാണ്, അന്തം കമ്മികളാണ് കേരളത്തിലെ മുജാഹിദുകൾ എന്ന് ഇപ്പോൾ വളരെ വ്യക്തമായി തന്നെ ഒരു വളച്ചുകെട്ടുമില്ലാതെ AP അബ്ദുൽ ഖാദർ മൗലവി എന്ന് പറയുന്ന കേരളത്തിലെ തലമുതിർന്ന മുജാഹിദ് മൗലവി ഇപ്പോൾ വളരെ വ്യക്തമായി പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടു. പിന്നെ അദ്ദേഹത്തോട് ജിഷാൻ ചോദിച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സലാത്തല്ലാത്ത മറ്റ് സലാത്തോട് ചോദിക്കണോ? അതന്നെ, അതിപ്പോ എല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയല്ലേ? അതെല്ലാ കാര്യത്തിനും അങ്ങനെ തന്നെയല്ലേ? ഏത് കാര്യത്തിനും പ്രതിഫലം തരൽ അള്ളാഹ്ക്ക് നിർബന്ധമുണ്ടോ? വല്ല കാര്യത്തിനും അള്ളാഹു തആല കൂലി കൊടുക്കൽ നിർബന്ധമുണ്ടോ? സുഹൃത്തുക്കളെ, പ്രതിഫലം കൊടുക്കൽ അള്ളാഹുവിന് വല്ലതിനും നിർബന്ധമുണ്ടോ? ആർക്കെങ്കിലും ഉണ്ടാ? എങ്ങനെയാ നമ്മൾ ഉസ്താദുമാരൊക്കെ പഠിച്ചിട്ടുള്ളത്? ഇല്ല, ഒരാൾക്കും ഒന്നിനും പ്രതിഫലം കൊടുക്കൽ അള്ളാഹ്ക്ക് നിർബന്ധമില്ല. ഒരാളെ ശിക്ഷിക്കുക എന്നുള്ളതും അള്ളാഹ്ക്ക് നിർബന്ധമുള്ള കാര്യമല്ല. ഒരാളെ ശിക്ഷിച്ചില്ല എന്ന് വെച്ച് ഒരു കുറ്റവാളിയെ ആരാ അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ? ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ. ഖുർആനിൽ അല്ലാഹ് പറഞ്ഞ അങ്ങനെയാണ്. അള്ളാഹ്ക്ക് ഇഷ്ടം ഇന്നല്ലാഹ യഫ്അലു മാ യുരീദ്, അവൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹു പ്രവർത്തിക്കും. ആരുണ്ട് അള്ളാഹിനെ ചോദ്യം ചെയ്യാൻ? അപ്പോ കൂലി കിട്ടുമല്ലോ എന്നുള്ളത് മൂപ്പർക്ക് അറിയില്ല. പക്ഷെ മൂപ്പർ എന്ത് ചെയ്തിട്ടുണ്ട്? സ്വലാത്തിന്റെ കാര്യത്തിൽ ഒന്ന് തളർന്നിട്ടുണ്ട്. മൂപ്പര് മുമ്പൊക്കെ ഇദ്ദേഹത്തെ പോലെ മറ്റു മൗലവിമാരും എല്ലാം സക്കരിയ സലാഹി അടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സലാത്തല്ലാതെ മറ്റൊരു സലാത്തും ചൊല്ലാൻ പാടില്ല, അത് വിദേഹത്താണ്, നരകത്തിൽ പോകുന്ന കാര്യമാണ് എന്ന് പ്രസംഗിച്ചവരായിരുന്നു. നിരന്തരമായി നമ്മുടെ ഉസ്താദുമാർ ഈ മൗലവിമാരെ പിടികൂടിയപ്പോൾ, പ്രത്യേകിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാത്ത സലാത്ത് ഇവര് തന്നെ ഇവരുടെ പ്രസംഗങ്ങളുടെ ആദ്യത്തിലും അവസാനത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയുമ്പോഴുമെല്ലാം കൂടെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനെ ചോദ്യം ചെയ്തപ്പോൾ ഇപ്പൊ അവരൊന്ന് ആ വിഷയത്തിൽ ഒന്ന് അംഗീകരിക്കുകയാണ്. അതാണിപ്പോ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച സലാത്തല്ലാതെ എല്ലാം പാടില്ല എന്ന് പറയും. ഈ വിഷയം ഇതിനു മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നുണ്ട് ജിഷാൻ തന്നെയാണോ എന്ന് സംശയമുണ്ട്, അതോ ഇനി മഞ്ചാടിയാണോ എന്നറിയില്ല, AP അബ്ദുൽ ഖാദർ മൗലവിയുമായി ഈ വിഷയം സംബന്ധമായി ഇതിന് മുമ്പൊരിക്കൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ, പേര് പറയുമ്പോഴും കൂടെ സലാത്ത് ചൊല്ലണമല്ലോ. അത് സല്ലല്ലാഹു ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളതുമാണല്ലോ. അപ്പൊ ഏത് സലാത്താ ചെല്ല? സലാത്തു ഇബ്രാഹിമിയാണോ ചെല്ലേണ്ടത്? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം എന്ന് പറയുന്ന നമ്മൾ തശഹുദിൽ ഓതുന്ന, അത്തഹിയാത്തിൽ ഓതുന്ന ആ സലാത്താണോ ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോ മൂപ്പർക്ക് തന്നെ ഒരു ഇടങ്ങേറ്. അങ്ങനെ ആവുമ്പോ നമുക്ക് പ്രസംഗിക്കാൻ കഴിയൂലല്ലോ. കാരണം നബിയുടെ ഒരു പേര് പറയുമ്പോ ആ പേരിന്റെ കൂടെ ഇബ്രാഹിമിയ സലാത്തെല്ലാം കൂടി ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കി പ്രസംഗിക്കാൻ നിന്നാല് നേരത്തെ പ്രസംഗിച്ചു പോയ ഭാഗം എന്താന്ന് തന്നെ മറന്നുപോകും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു എന്ന് പറയുന്ന സലാത്ത് എപ്പോഴും ചൊല്ലുക എന്നുള്ളത് എന്തല്ല, പ്രായോഗികമേ അല്ല എന്നുള്ളത് SGBയിലെ പ്രവർത്തകർ തന്നെ AP അബ്ദുൽ ഖാദർ മൗലവിയെ നേരത്തെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ ലേശം ഒന്ന് അയഞ്ഞത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ ക്ലിപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമ്മുടെ റൂമിൽ ഇതിനു മുമ്പ് കേൾപ്പിച്ചതായിരുന്നത്. എന്താ AP അബ്ദുൽ ഖാദർ മൗലവിയോട് തന്നെ ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച സലാത്താണ് ചെല്ലേണ്ടത് എന്നൊക്കെ പറഞ്ഞപ്പോ മൂപ്പരോട് ചോദിച്ചു, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴൊക്കെ നമ്മൾ സലാത്ത് ചൊല്ലണമല്ലോ. അപ്പൊ നമ്മളെ ആ സലാത്ത് ഇബ്രാഹിമിയാണോ ചെല്ലേണ്ടത്? അങ്ങനെ ക്ലിപ്പ് ഇവിടെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം സാർ ആരെടുത്താണെന്ന് അറിയില്ല, ജിഷാന്റെ അടുത്താണോ അതോ ഇനി മഞ്ചാടിയുടെ അടുത്തോ എന്നറിയില്ല. അപ്പൊ അയാൾ പറഞ്ഞ മറുപടി എന്താ അറിയോ? അതിപ്പോ ഒരു ബുദ്ധിമുട്ടാവൂലേ? കാരണം പ്രസംഗിക്കുമ്പോ ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിന്റെ കൂടെ ഒക്കെ സലാത്തി നബിയുടെ പേരിന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അങ്ങനെ തീർത്തി ചെല്ലുമ്പോഴേക്ക് എന്താവും? പിന്നെ പ്രസംഗിക്കാൻ നേരം ഉണ്ടാവുമോന്ന്. അപ്പൊ അതുകൊണ്ട് അത് പ്രായോഗികമല്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടില്ലാത്ത ആ പ്രസംഗം തീരുന്നാ പറഞ്ഞ്. അതെ ജിഷാൻ പറഞ്ഞതുപോലെ
നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പഠിപ്പിച്ച സ്വലാത്ത് നബിയുടെ പേരിന്റെ കൂടെ ചെല്ലാൻ നിന്നാൽ പ്രസംഗം തീരും, അതായത് ടൈം തീരും എന്നാണ് മൂപ്പര് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. പ്രസംഗിക്കാൻ പിന്നെ സമയം ഉണ്ടാവില്ല. മാത്രമല്ല വേറെ ഒരു കുഴപ്പമുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടെട്ടം നബിയുടെ പേര് ചൊല്ലി പറഞ്ഞപ്പോൾ അതിന്റെ കൂടെ സ്വലാത്ത് ഇബ്രാഹിമി എല്ലാം കൂടി ചൊല്ലി വന്നാൽ നേരത്തെ പ്രസംഗിച്ചത് എന്തായിരുന്നു എന്നുള്ളത് പ്രാസംഗികൻ മറന്നുപോകും. അങ്ങനെ ഒരു കുഴപ്പം കൂടി അതുകൊണ്ട് സംഭവിക്കും. അപ്പോൾ വ്യംഗമായി എ പി അബ്ദുൽ ഖാദർ മൗലവി സമ്മതിക്കുകയാണ്, അതുപോലെ എല്ലാ വിഭാഗം മുജാഹിദുകളും സമ്മതിക്കുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സ്വലാത്തല്ലാത്ത മറ്റു സ്വലാത്ത് ചെല്ലാൻ പാടില്ല എന്നുള്ള വാദം അത് പ്രായോഗികമല്ല, അത് പ്രയോഗവൽക്കരിക്കാൻ പറ്റുന്നതല്ല, അത് ശരിയല്ല ഞങ്ങളുടെ ആ വാദം എന്നുള്ളത് വ്യംഗമായി അവർ തന്നെ സമ്മതിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇപ്പൊ കേട്ട ക്ലിപ്പിനെ കുറിച്ചൊക്കെ അഭിപ്രായങ്ങളോ മറ്റൊക്കെ പറയാനുള്ള ആളുകൾക്ക് ഒക്കെ ഒന്ന് മൈക്കിൽ വന്ന് മൈക്കെടുത്ത് എല്ലാവർക്കും പ്രതികരിക്കാവുന്നതാണ്. അത് കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് ആ ക്ലിപ്പ് വീണ്ടും ഒന്നുകൂടി കേൾപ്പിക്കാവുന്നതുമാണ് എന്ന് അബൂ റഫയെ അറിയിക്കുന്നു. ഞാൻ മൈക്ക് വിടുന്നു, മറ്റുള്ളവരൊക്കെ മൈക്കിൽ വരിക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ എ പി അബ്ദുൽ ഖാദർ മൗലവിനെ വരട്ടെ. പിന്നെ ഭൂരിപക്ഷം കുറവായിട്ട് ഹുസൈൻ മടവൂരിന് 2ാം സ്ഥാനം നൽകുന്നുള്ളൂ. ഉള്ളൊരു ഭൂരിപക്ഷം ഏൽപ്പിക്കാമല്ലോ. അതുകൊണ്ട് ജിന്നൂരികൾ ആദ്യം വരട്ടെ ഇൻഷാ അല്ലാഹ്. ചില പ്രസംഗങ്ങളിൽ നബിന്റെ പേരിൽ സ്വലാത്ത് ഇല്ലാൽ 10 കൂലി കിട്ടും, ചില വരുന്ന 15 കിട്ടും. ഏതാ ശരിക്ക് അതിന്റെ ശരിയായ റിപ്പോർട്ട്? ഒരു സ്വലാത്ത് ഇല്ലാൽ നബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലൽ സുന്നത്താണ്. സ്വലാത്ത് ചെല്ലണം എന്നൊക്കെ ശരിയാണ്. പിന്നെ കൂലി എത്ര കിട്ടിയാൽ നമുക്ക് വാങ്ങാലോ. അതെ 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 അതെ. പിന്നെ ഈ ചൊല്ലുന്ന അത് തർക്കിക്കേണ്ട ആവശ്യമില്ല, പ്രചാരമില്ല. തർക്കിപ്പിക്കാൻ ചോദിച്ചല്ലോ. നബിന്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ ഏത് സ്വലാത്ത് ഏറ്റവും നല്ലത് ചൊല്ലാന്? ഇപ്പൊ നബിന്റെ പേര് കേൾക്കുമ്പോൾ പിന്നെ നബീന്നോ റസൂലിനോ കേൾക്കുന്ന ഏത് സ്വലാത്തില്ലാലും സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയാം. സാധാരണ പ്രസംഗങ്ങളെല്ലാം റസൂലും നബീന്ന് വെക്കുന്ന സമയത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ ചെല്ലല്ലേ? അത് നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്ന ആ ഒരു സ്വലാത്ത് സ്വഹാബത്തിന് ചെല്ലാൻ വേണ്ടി അത്ര ആലോചിച്ചിട്ടില്ല. അല്ല റസൂലിന് അല്ല പിന്നെ റസൂലിന് പഠിപ്പിക്കാത്തൊരു സ്വലാത്ത് അവിടെ വിദേത്താവില്ല എന്നുള്ള പേര് വരുന്നുണ്ട്. അതാ നബിന്റെ പേര് വെക്കുമ്പോ ഇന്ന സ്വലാത്തികളെന്ന് പറഞ്ഞിട്ടുണ്ടാവുമോ? അല്ല റസൂലിനെ പഠിപ്പിച്ച ഏറ്റവും നല്ല സ്വലാത്ത് പറഞ്ഞ് പിന്നെ ഇബ്രാഹിമിന്റെ സ്വലാത്തല്ലേ? അതൊക്കെ കൂടിയ ആൾക്ക് പറയാൻ കഴിയോ? ഇതിന്റെ പേര് വെക്കുമ്പോ ഇബ്രാഹിം സ്വലാത്ത കൂടി ചെയ്ത് വെക്കാൻ കഴിയോ? അല്ല റസൂലിനെ പഠിപ്പിച്ച സ്വലാത്തിന്റെ ഏറ്റവും പുണ്യുള്ള സ്വലാത്തിന് ഞാനതാ കേട്ടത്, അതുകൊണ്ട് വെച്ചാണ്. പക്ഷെ പോലെ പറയുമ്പോ ഇബ്രാഹിം സ്വലാത്തിന്റെ ബസ്സിന് ചോദിച്ചൂടെ? അത് ശരി. അത് അങ്ങനെ അതെ അതെ. അപ്പൊ അങ്ങനെ ഒരുപാട് നീണ്ടുപോയില്ല വിഷയം. അപ്പൊ പ്രായോഗികമല്ലേ? പക്ഷെങ്കിൽ അപ്പൊ പറഞ്ഞ ആശയപ്രകാരമാകുമ്പോ റസൂലിനെ പഠിപ്പിച്ചൊരു സ്ഥലത്തും കൂടി ആവണ്ടേ നമുക്ക് അതിന്റെ ശരിയായ കൂലി കിട്ടണമെങ്കിൽ? നബിസ്വലമയുടെ തൃപ്തികരമായ നിരക്ക് നമ്മൾ ചെല്ലണം. അല്ലാതെ എന്താ ഇബ്രാഹിം സ്വലാത്തെ കുറിച്ച് ഭാവി കഴിഞ്ഞു പോകുമല്ലേ? അപ്പോഴത്തേക്ക് ഭാവി കഴിഞ്ഞു. ശരിയാണ് പറഞ്ഞത്. അത് ശരിയാണ്. അത് ശരി. അപ്പൊ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ പഠിപ്പിക്കാത്ത ചെല്ലുന്നുണ്ട്. അല്ല കൂടുതൽ ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് കേൾക്കുന്നത്, അതുകൊണ്ട് ചോദിച്ചാ. എളുപ്പതാ. പക്ഷെ എളുപ്പം എന്ന് പറഞ്ഞാൽ സംഗതി വിജയത്തായി പോകുന്നുള്ളൊരു പിന്നെ ടെൻഷൻ അവിടെ വരുന്നുണ്ട്. പാടില്ലാതെ പറഞ്ഞിട്ടോ ചോദിച്ചു. പണ്ഡിതന്മാരാണെങ്കിലും
ഞാനിപ്പോ ചോദിച്ച ആള് പറഞ്ഞത് ഉസ്താദെ, ഞാനിപ്പോ ഒരാൾ ചോദിച്ചപ്പോ ആള് പറഞ്ഞ മറുപടി എന്ന് പറഞ്ഞാല് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചൊല്ലുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പണ്ഡിതന്മാർ പറഞ്ഞ പല സ്വലാത്തുകൾ അംഗീകരിക്കേണ്ടി വരും, നാരിയത്ത് സ്വലാത്തുകൾ അംഗീകരിക്കേണ്ടി വരും എന്നുള്ള പക്ഷെ ഇത്രയും കാലം ഇത് പറഞ്ഞില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനിപ്പോ അടുത്താണ് ഈ വിഷയം അറിയുന്നത്. എതിരാണെങ്കിലും പറഞ്ഞിടുമെന്ന് എനിക്കറിയില്ല. പക്ഷെ സഹാബത്തൊന്നും അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തില്ലായിരുന്നു. അതിന്റെ പൂർവിക പണ്ഡിതന്മാരാരെങ്കിലും അതിനെ എതിർത്തതായി നമുക്കറിയില്ല. അപ്പൊ അതൊക്കെ ഞാൻ ചോദിച്ചു. അല്ലെങ്കിലോ അതെ അതെ, ഞാൻ നിങ്ങൾ പറഞ്ഞ വിഷയം തന്നെ ഞാൻ ചോദിച്ചു. പൂർവിക പണ്ഡിതന്മാരെ എതിർത്തോന്ന് ചോദിച്ചപ്പോ അയാൾ തിരിച്ചുകൊണ്ടിരിക്കുന്നത് നാരിയത്ത് സ്വലാത്തിനെ പൂർവിക പണ്ഡിതന്മാരെ എതിർത്തിട്ടുണ്ടോന്ന് ചോദിക്കുന്നത്. ഇമാം നാരിയ സലാത്ത് പറഞ്ഞ സ്ഥലത്തുണ്ടോ? നാരിയ സലാത്ത് പറഞ്ഞ സ്ഥലത്തുണ്ട്. അയാൾ അന്നേരം ഇങ്ങോട്ട് ചോദിക്കുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സ്വലാത്തുണ്ടോ അയാൾ ഇങ്ങോട്ട് ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ മറുപടി കൊടുക്കുക എങ്ങനെ സ്വലാത്ത് എന്തെങ്കിലും സ്ഥലത്ത് അങ്ങനെ ഇബ്രാഹിം അയാൾ പറയുന്ന ഏതായാലും അൽഹംദുലില്ലാ, ഇപ്പോ നേരത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സലാത്തല്ലാതെ ചെല്ലാൻ പാടില്ല എന്ന് വീരവാദം മുഴക്കി നാരിയത്ത് സ്വലാത്ത് അടക്കമുള്ള മറ്റ് സലാത്തുകളെ നഖശികാന്തം വിമർശിച്ചിരുന്ന എ പി അബ്ദുൽ ഖാദർ മൗലവി തന്നെ ഇപ്പൊ ചെറിയ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചപ്പോഴേക്ക് സക്കരിയാന്റെ ക്ലിപ്പുണ്ട്. ഇൻഷാ അല്ലാഹ് അതും കൂടി വരും. ഇൻഷാ അല്ലാഹ് നമ്മുടെ മുഫാദ് മോൻ പറഞ്ഞിട്ടുണ്ട് സക്കരിയാന്റെ ക്ലിപ്പും കൂടി വരാണ്ട് ഈ വിഷയം സംബന്ധമായി തന്നെ. അപ്പോ ഇപ്പൊ അയാൾ എന്താ പറഞ്ഞത് അവസാനം കുടുങ്ങിയിട്ട്? ഇപ്പൊ അയാൾ എന്താ പറഞ്ഞത്? അവസാനം നിങ്ങൾ ഏതെങ്കിലും ഒരു സലാത്താണ്ട് ചൊല്ലിക്കോളി അല്ല. ഇതുവരേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സലാത്തല്ലാതെ ചെല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്ന മൗലവിമാർ ഇപ്പൊ പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ചൊല്ലിക്കോളി. മാത്രല്ല അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിനെന്നും അതുപോലെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊക്കെ ചെല്ലാൻ പറഞ്ഞപ്പോ അത് നബി പഠിപ്പിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ മറുപടി എന്താ? പൂർവികരായ പണ്ഡിതരാരും അതിനെ എതിർത്തിട്ടില്ല. കണ്ടോ, അതാ പറഞ്ഞത്. ഇപ്പൊ കുടുങ്ങണ സമയത്ത് പൂർവികരെ കാല് പിടിക്കും കുടുങ്ങുമ്പോ, അല്ലാത്തപ്പോഴോ വെച്ച് തൊഴിക്കുകയും ചെയ്യും. അപ്പൊ ജിഷാന്റെ മറുചോദ്യം, ഈ നാരിയത്തു സ്വലാത്ത് അത് ചെല്ലാൻ പാടില്ല എന്നും പൂർവികരായ പണ്ഡിതന്മാര് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഉത്തരം മുട്ടിയ എ പി അബ്ദുൽ ഖാദർ മൗലവി അവസാനം പറയുന്നത് നിങ്ങൾ ഏതെങ്കിലും ഒരു സലാത്താണ്ട് ചൊല്ലിക്കോളി. നബി ചൊല്ലിയത് നബി പഠിപ്പിച്ചതൊന്നും ആവണമെന്നില്ല. കണ്ടാ, അപ്പൊ വിധേയത്താവൂല കുടുങ്ങുമ്പോ. പിന്നെ മാത്രമല്ല, ഈ ചോദ്യം അങ്ങോട്ട് ചെന്നപ്പോ അഥവാ നബി പഠിപ്പിച്ച സലാത്താണല്ലോ ചെല്ലേണ്ടത്, അപ്പൊ നബിയുടെ പേര് പറയുമ്പോഴും കേൾക്കുമ്പോഴും നമ്മൾ ഏത് സലാത്താ ചെല്ലേണ്ടത്, സലാത്ത് ഇബ്രാഹിമിയാണോ ചെല്ലേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ആദ്യം അയാൾ പറഞ്ഞ മറുപടി എന്താണ്? സുഹൃത്തുക്കളെ, നിങ്ങൾ ആരെയും ശ്രദ്ധിച്ചിട്ടുണ്ടാ? എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞത് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടാ? ഏതായാലും എ പി അബ്ദുൽ ഖാദർ മൗലവിന്റെ അതിന്റെ തുടക്കത്തിൽ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ ആരും ശ്രദ്ധിച്ചിട്ടില്ലാവുന്നുണ്ട്. എന്താണ്? ഈ ചോദ്യം അങ്ങോട്ട് ചെന്നപ്പോഴാണ് എന്ത് പറയുന്നത്? എ പി അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത്, അത് ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടോ? അത് ഞാനത്ര ആലോചിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നബി ചൊല്ലി പഠിപ്പിച്ച സലാത്തല്ലാതെ ചെല്ലാൻ പാടില്ല എന്ന് പ്രസംഗിച്ച് നടക്കുമ്പോൾ ഇങ്ങനൊരു കുടുക്ക് ഇതിന്റെ പിന്നിലുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലാത്ത സലാത്ത് നബിയുടെ പേര് കേൾക്കുമ്പോഴും പറയുമ്പോഴും ചെല്ലാൻ പാടില്ല എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചെല്ലുന്ന അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ എന്നോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോ ഉള്ള സലാത്ത് നബി പഠിപ്പിച്ചതല്ല. അപ്പൊ അങ്ങനെ ഒരു അപകടം ഇതിന്റെ പിന്നിൽ പതിയിരിക്കുന്നുണ്ട്, ഈ ദുഷിച്ചു നാറിയ പിഴച്ച വാദത്തിന് പിന്നിൽ എന്ന് ജിഷാൻ ഈ ചോദ്യം അയാളോട് ചോദിച്ചപ്പോഴാണ് അയാൾക്ക് ബോധം വരുന്നത്. അതാണ് അയാൾ ആദ്യം പറഞ്ഞത്, അത് ഞാൻ അത്ര ആലോചിച്ചിട്ടില്ല.
ഇപ്പൊ ജിഷാൻ പറഞ്ഞപ്പോഴാണ് എന്ത് ചെയ്തത്, മൂപ്പർക്ക് ആ വിഷയത്തിൽ അന്തം വന്നത്. അതുകൊണ്ടാണ് അവസാനം അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ ഏതെങ്കിലും ഒരു സലാത്താണ് ചൊല്ലിക്കോളീൻ. ഇവിടേക്ക് എത്തിയ മുജാഹിദ്, മനസ്സിലായില്ലേ? വേറൊരാള് പറഞ്ഞിക്കണ്, ഉസ്താദെ റമദാൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഇപ്പോൾ നിർത്തുമെന്ന്. റമദാനില് പാടില്ലാത്ത കാര്യം റമദാൻ അല്ലാത്തപ്പോ ഹലാലാവോ സുഹൃത്തെ? അതെനിക്ക് മനസ്സിലായില്ല. അദ്ദേഹം ഒന്ന് മൈക്കിലൊന്നും എനിക്കല്ല, നമുക്ക് ആ മസാല അറിയില്ല, നമുക്കറിയാത്ത ഒരുപാട് മസാലകളുണ്ടല്ലോ. ഒരു സുഹൃത്ത് അടിക്കണത് എന്താണ്, അനാവിഴുങ്ങണ്ടെന്നോ എന്താണ് ഒരു ഐഡിയയിലുള്ള സുഹൃത്ത് അടിക്കണത്, റമദാൻ ഒന്ന് കഴിഞ്ഞോട്ടെ ഇപ്പൊ നിർത്തുമെന്ന്. എന്താണ് അതിന്റെ കാരണം എന്നുള്ളത് അദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നാൽ തിരക്കിലുണ്ടായിരുന്നില്ല. ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയം പറയുക എന്നുള്ളത്, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് റമദാനിലും അല്ലാത്തപ്പോൾ ഒക്കെ കൂലി കിട്ടുന്ന കാര്യമാണ് എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഞാനൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. അതിന് വല്ല മാറ്റം ഉണ്ടെങ്കിൽ, വല്ല മസാല ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് അത് പരിഗണിക്കാവുന്നതാണ് കേട്ടാ. റമദാനിലൊരു ആന വിഴുങ്ങി നടാന്നോ അങ്ങനെ, എനിക്കറിയില്ല. ശരി. അള്ളാഹു താല അങ്ങനെ ഉണ്ടാവുമായിരിക്കും, ചിലതുണ്ടാവില്ല, സ്ഥലപ്പേര് അങ്ങനെ ഉണ്ടാവും. ആന വിഴുങ്ങി നടാന്നാണ് എന്നാ പറഞ്ഞത്. അത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും, ചില നടകളൊക്കെ ചില സ്ഥലപ്പേരുണ്ടാവും, നമ്മൾ കുറ്റപ്പെടുത്തണ്ട. പിന്നെ ആന വിഴുങ്ങി നടാന്നാണ്, അങ്ങനെ ഒരു സ്ഥലം ഉണ്ടാ? എനിക്കറിയില്ല കേട്ടാ. ഉണ്ടത്രേ. മാഷാ അല്ലാ. തൃപ്രയാറിനടുത്താ? ശരി. അതപ്പോ ആ സ്ഥലപ്പേരാണത്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലാണ് അല്ലേ? ഓക്കെ. പിന്നെ അപ്പൊ ഏതായാലും അദ്ദേഹം പറയുന്നത് ഇപ്പൊ അതാണ്. പിന്നെ അപ്പോ ഏതായാലും അതത്ര ആലോചിച്ചിട്ടില്ല. ഇപ്പോഴാണെന്നുള്ളത് ജിഷാന്റെ ചോദ്യം ചെന്നപ്പോഴാണ് എ പി അബ്ദുൽ ഖാദർ മൗലവി അതിനെക്കുറിച്ച് ആലോചിച്ചത് എന്നാ പറഞ്ഞത്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി അതുപോലെ നേരത്തെ കേൾപ്പിച്ച ക്ലിപ്പ് കേൾക്കാത്തവരുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ ക്ലിപ്പ് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്താലും തിരക്കുണ്ടായിരുന്നില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ട 3-4 ക്ലിപ്പുകൾ, ഒന്നിനിപ്പോ നമ്മളെ മുഫാദ് മോൻ ഒരു ക്ലിപ്പും കൂടി കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അത് കൂടാതെ വേറൊരാൾ ഇപ്പൊ ഇതിന്റെ ഇടക്കുപെടെ അടിച്ചിരുന്നത് എന്താണ്, ദുബൈ ഷറഫ് എന്ന് പറഞ്ഞ ഗൾഫിൽ സുബഹി ഇല്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അത് ഏത് ഗൾഫാണാവോ സുബഹി ഇല്ലാത്തത്? അങ്ങനെ ഒരാൾ ഇവിടെ അടിക്കുന്നുണ്ടേ. നമുക്ക് എന്തെല്ലാം പുതിയ പുതിയ അറിവുകളാണ് ഇപ്പൊ ഈ എസ് ടി വിയിലൂടെ ഒരുപാട് പുതിയ അറിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതാ അദ്ദേഹം ഇവിടെ അടിച്ചിട്ടുണ്ട്, ഞാൻ വെറുതെ പറയല്ല. ഒരാൾ അദ്ദേഹം ഇവിടെ ഉണ്ടെങ്കിൽ ഏത് ഗൾഫിലാണാവോ ഈ സുബഹി ഇല്ലാത്തത്? എനിക്കറിയില്ല കേട്ടാ. ഇതാ അദ്ദേഹം അടിച്ചിരിക്കണം, അദ്ദേഹം അടിച്ചാണ് ഗൾഫിൽ സുബഹി ഇല്ലല്ലോ, എന്നിട്ട് ബാറിട്ടിട്ട് പ്ലീസ് ആൻസർ എന്നുള്ളത്. അതിന് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സുബഹി ഇല്ലാത്തൊരു ഗൾഫ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടാ. ഇനി കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാവുമായിരിക്കും. ദുനിയാവിൽ അതുപോലെ എന്തെല്ലാം സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ കണ്ടില്ല, ആന വിഴുങ്ങി നാടാന്നോ ഒരു സ്ഥലം, നമ്മളിപ്പോഴാണ് അത് അറിയണത്. എന്നോരെ പേരാമ്പ്രക്കടുത്തൊരു സ്ഥലത്ത് കുറെ മുമ്പ് ഞാൻ പോയപ്പോൾ അവിടെ ആ സ്ഥലത്തിന്റെ പേര് അന്വേഷിച്ച് നോക്കുമ്പോൾ മൂരുത്തി എന്നാണ് സ്ഥലത്തിന്റെ പേര്, മൂരി കുത്തിയൻ. അപ്പൊ അതിന്റെ ഹിസ്റ്ററി അന്വേഷിച്ച് നോക്കുമ്പോ അവിടുന്ന് ഒരു പ്രായം ചെന്ന ആള് പറഞ്ഞു, ഇല്ലേ മൂരി കുത്തിയാനൊരു സ്ഥലമില്ലേ സുഹൃത്തുക്കളെ? പേരാമ്പ്രക്കടുത്ത് മൂരി കുത്തിയാനോ സ്ഥലമില്ലേ? പേരാമ്പ്ര ഭാഗത്തുള്ളവരുണ്ടാവുമല്ലോ ഇതില്. മൂരുത്തി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്, മൂരി കുത്തിയൻ അല്ലേ? അതെ. അപ്പൊ അന്വേഷിച്ച് നോക്കുമ്പോ അത് പഴയ കാലത്ത് ഏതോ ഒരാൾ അവിടെ എന്തോന്ന് മൂരി കുത്തിയിട്ട് കൊലപ്പെടുത്തുകയോ മറ്റോ ചെയ്തിട്ടുണ്ട്. അപ്പൊ മൂരി കുത്തിയ സ്ഥലം, മൂരി കുത്തിക്കൊന്ന സ്ഥലം ഇത് ലോപിച്ചിട്ട് പിന്നെ മൂരി കുത്തി എന്നായതാണെന്നാണ്. പിന്നെ മുഴിപ്പോത്താണ് അല്ലേ? മുഴിപ്പോത്തിനടുത്ത് അല്ലേ? സത്യോസ്താദിനെ അറിയാം അവിടെയൊക്കെ. ശംഖുവെട്ടി പോലെ. പിന്നെ
അപ്പൊ എന്ന മാതിരി ആന വിഴുങ്ങി കുഴിയാ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പൊ എന്നതുപോലെ ഒരു സ്ഥലം ഇങ്ങനെ ഉണ്ടാവുമായിരിക്കും. അള്ളാഹു ആയാലും ഗൾഫ് ഇത് സുബിയില്ലാത്ത ഗൾഫിൽ സുബിയില്ലാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനത്തെ സ്ഥലം എവിടെയാണെന്ന് അദ്ദേഹം ഒന്ന് പറഞ്ഞു തന്നാൽ നമുക്ക് പഠിക്കായിരുന്നു. പുതിയ പുതിയ അറിവുകളാണത്. പിന്നെ അപ്പൊ ഇനി അടുത്ത ക്ലിപ്പുകൾ ഏതാന്ന് വെച്ചാൽ അത് നേരത്തെ കേൾപ്പിച്ച ക്ലിപ്പ് ഒന്നും കൂടി കേൾപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടാ? നമ്മളെ അബൂറഫേരുന്ന നേരത്തെ കേൾപ്പിച്ചിരുന്നത് ജിഷാന്റെ പുതിയ ക്ലിപ്പ്. ആരാ ഉള്ളത്? ഞാൻ മൈക്ക് വിട്ടു. ആ ക്ലിപ്പുകൾ അല്ലെങ്കിൽ മുഫാദുമോന്റെ ക്ലിപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ അത് വരട്ടെ. ഏതായാലും സ്വലാത്തിനെ കുറിച്ച് ഇവർക്ക് വന്നിട്ടുള്ള മാറ്റം, അവർ പറഞ്ഞ അബദ്ധങ്ങൾ അവർക്ക് അൽഹംദുലില്ലാ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്ക് ആയിക്കോട്ടെ. സക്കരിയ സലാഹിന്റെ ക്ലിപ്പ് അതും കൂടി ഒന്ന്, അത് പഴയതാണെന്നാലും അതൊന്നും കൂടി വരട്ടെ. അപ്പൊ പുതിയ ക്ലിപ്പ് അതിനെ തുടർന്ന് വീണ്ടും നമുക്ക് കേൾപ്പിക്കാവുന്നതാണ്. ഞാൻ മൈക്ക് വിട്ടു. മുഫാദുമോദിൽ നിന്ന് മൈക്കിൽ വരിക. ഇപ്പോ നേരത്തെ ജിഷാൻ കേൾപ്പിച്ചിരുന്ന ആ ക്ലിപ്പ് റെക്കോർഡ് ചെയ്തവരോ അല്ലെങ്കിൽ അബൂറഫയോ ഉണ്ടെങ്കിൽ അവരും ഒന്ന് റെഡിയാക്കി വെക്കുക. കേൾക്കാത്ത ആളുകൾ ഒരുപാട് റൂമിലെത്തിയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ അത് കേൾക്കേണ്ടി വരും. അതുപോലെ ഷാഫി നന്നര കേൾപ്പിച്ചതും ആ 3 ക്ലിപ്പുകളും, അല്ല 3 ഒന്ന് ഷാഫി നന്നര കേൾപ്പിച്ചത്, മറ്റൊന്ന് മുഫാദുമോൻ കേൾപ്പിക്കാനിരിക്കുന്നത്, വേറൊന്ന് അബൂറഫാദ്. 3 ക്ലിപ്പുകളും ഒന്ന് തെർത്തീവായിട്ട് ഒന്ന് കേൾപ്പിക്കാൻ എല്ലാ ക്ലിപ്പിന്റെ ഉസ്താദുമാരെയും മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാരിയ സലാത്ത് അതൊക്കെ എന്നെ തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബിൽ ഒന്ന് കാണിച്ചോണ്ടാ? ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തിന് ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ وصلى الله على رسولنا محمد وعلى آله وصحابته أجمعين. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പറയും. ഇത് ഏത് ഭാഷയിലും ആകാം. ഒരാൾക്ക് മലയാളത്തിൽ പറയാൻ അള്ളാഹുവേ റസൂലുള്ളാഹിക്ക് സമാധാനം നൽകണേ, റസൂലുള്ളാഹിക്ക് അനുഗ്രഹം ചെയ്യണേ എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ അതൊരു സ്വലാത്ത് തന്നെയാണ്. ഒരു തെറ്റില്ല ഇതില്. ഏത് ഭാഷയിൽ ഉപയോഗിക്കാം. പിന്നെ ഒരാൾ അങ്ങനെ സ്വലാത്തിന്റെ കൂട്ടത്തില് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഞങ്ങൾക്ക് ഹിദായത്തിന് കാരണക്കാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് നീ സ്വലാത്തും സലാമും നൽകണേ, അദ്ദേഹത്തെ നീ അനുഗ്രഹിക്കണേ, അദ്ദേഹത്തെ ഞങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അദ്ദേഹത്തോടൊപ്പം ഞങ്ങളെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ, അങ്ങനെയൊക്കെ ഒരാൾ പറഞ്ഞ അതിലൊക്കെ സ്വലാത്തിന്റെ വചനങ്ങളുണ്ട്. ഒരു പ്രശ്നമല്ല. അപ്പൊ നാരിയ സലാത്ത് അതൊക്കെ എന്നെ തന്നെയാണ്. എന്നാ ഒരു ഹദീസിന്റെ കിതാബിൽ ഒന്ന് കാണിച്ചോണ്ടാ? ഏത് ഹദീസിന്റെ കിതാബിലാ ഈ നാരിയത്ത് സലാത്ത് ഉള്ളത്? സുഹൃത്തുക്കളെ, നാരിയത്ത് സലാത്ത് എന്ന സ്വലാത്തിനെ സംബന്ധിച്ച് സ്വലാത്തിന് ഇബാദത്താണ്. അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതല്ലാത്ത ഒന്ന് നമ്മളെ വകയായിട്ട് പുതിയ സലാത്ത് ഉണ്ടാക്കാൻ പാടില്ല. തിരക്കിനിടയിലാണ് പറഞ്ഞത് മാറിപ്പോയി. നിങ്ങൾ കേട്ടോ? ഞങ്ങളോട് കൂടി അദ്ദേഹത്തെ, അങ്ങനല്ലേ പറഞ്ഞത് ആദ്യം? അത് ശ്രദ്ധിച്ചോ? ഞങ്ങളോട് കൂടി അദ്ദേഹത്തെയും ഒരുമിച്ച് കൂട്ടണേന്ന്. നല്ല കഥയായി. ഏതായാലും വളരെയധികം പുരോഗതിയുണ്ട്. ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ കുനൂത്തിന്റെ വിഷയത്തിൽ തന്നെ ഏതായാലും താഴേക്കിടെയുള്ള ഇവരെ വലിയ നേതാവായ എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുടെ വിഷയമാണ് ഇപ്പം നമ്മൾ കേട്ടത്. ഇനി ചുവടെയുള്ള താജുദ്ദീൻ സ്വലാഹി എന്ന് പറയുന്ന ജിന്നൂരി വിഭാഗം നേതാവ്, അയാളൊരു ക്ലിപ്പുണ്ട്. സംഭവം എന്ന് പറഞ്ഞാലേ ഇത് തലശ്ശേരി വെള്ളിയാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് ഒരു സൂചനക്ക് വേണ്ടി പലപ്പോഴും തലശ്ശേരിയും ചുറ്റുവട്ടമുള്ള പ്രദേശം ഒരുപാട് മഹാന്മാരും അതുപോലെ തന്നെ മഹത്തുക്കളെ കൊണ്ട് പുണ്യം നിറഞ്ഞ പ്രദേശമാണെങ്കിലും ഇപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചത് മക്കയിൽ, അവിടെ തന്നെയാണല്ലോ അബൂജഹലും ജനിച്ചത്. അതുപോലെ തന്നെ ഈ പല ബിദ്അത്തുകളും തുടങ്ങുന്ന ഒരു സ്ഥലം തലശ്ശേരിയാണ്.
അതുപോലെ തന്നെ പറയാൻ കാരണം എന്ന് പറഞ്ഞാല് കേരളത്തിൽ ആദ്യമായിട്ട് ഈദ്ഗാഹ് എന്ന് പറയുന്ന മൂരിച്ചന്ത നിസ്കാര കച്ചവട സ്ഥലം അത് തുടങ്ങിയത് കേരളത്തിൽ ആദ്യമായിട്ട് തലശ്ശേരിയാണെന്ന് സൂചനയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഈ തലശ്ശേരി എന്ന് പറയുന്ന മുജാഹിദിന്റെ പള്ളിയിൽ ഈ പറയുന്ന വിത്ർ നിസ്കാരത്തിൽ എന്ത് ചെയ്തു? കുനൂത്ത് തുടങ്ങിയ അന്ന് തന്നെ ഞാൻ തിരുവനന്തപുരത്തുള്ള താജുദ്ദീൻ സ്വലാഹിയെ വിളിച്ചു. താജുദ്ദീൻ സ്വലാഹിയെ വിളിച്ചപ്പോ തലശ്ശേരിയിൽ നിന്ന് തിരുവനന്തപുരം എത്താനുള്ള സമയമായിട്ടില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം തുടങ്ങിയവർ അറിയില്ല. അപ്പൊ മൂപ്പർക്ക് ഇത് വേണോ വേണ്ടേന്ന് പറയാനൊരു പിന്നെ വല്ലാത്ത വൈമനസ്യം. അപ്പൊ എന്നോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ഓതിയിട്ടുണ്ട് വിത്റില്, പക്ഷേ അത് നമുക്ക് ഓതാൻ പറ്റുമോ ഇല്ലയോ എന്നതിന് നമ്മൾ മറ്റുള്ള തെളിവുകൾ കൂടി അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഉണ്ടല്ലോ, ഒരു വല്ലാത്ത സൗണ്ടില്ലേ? ഇപ്പോ സൗണ്ടില്ലേ? ശബ്ദം കേൾക്കുന്നില്ലേ? ഏതായാലും പിന്നെ അബൂ റഫിയോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ അബു ആസിഫിയോ KV അബ്ദുൽ ലത്തീഫ് മൗലവിയും അതുപോലെ തന്നെ അബ്ദുറഹ്മാൻ അൻസാരി എന്ന് പറയുന്ന മറ്റ് 2 മൗലവിമാരും ഈ കുനൂത്തിന്റെ വിഷയത്തിൽ ഒന്ന് പ്രതികരിക്കുന്നത് കേൾക്കുക. അതിന്റെ ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ AP അബ്ദുൽ ഖാദർ മൗലവിന്റെ ക്ലിപ്പിലേക്ക് തിരിച്ചു വരാവുന്നതാണ്. അതുകൊണ്ട് ഈ വിഷയം ഒന്നും കൂടി അബു ആസിഫ് വന്നിട്ടുണ്ട്, ഇൻഷാ അല്ലാഹ് വന്നിട്ടുള്ളൂ. ഈ വിത്രിസ്കാരത്തിൽ കുനൂത്ത് ഓതുന്ന സുന്നത്താണോ? വിത്രിസ്കാരത്തിൽ കുനൂത്ത് ഓതൽ സുന്നത്താണോ? എന്താണ് ചോദിക്കണേ? വിത്രിസ്കാരം അല്ല, വിത്രിസ്കാരം അതിലിപ്പല്ല. ഈ വിത്രിസ്കാരത്തിൽ കുനൂത്ത് സുന്നത്താണോ? ആരാ വിളിക്കണേ? ഞാൻ ചോദ്യം ചോദിച്ച് മനസ്സിലായില്ല. എന്റെ പേര് മുഹമ്മദ്. ഈ റമളാൻ മാസമായിട്ട് നിങ്ങൾ കെട്ടിട്ടിട്ടില്ലേ? റമളാൻ മാസത്തിൽ വിത്രിസ്കാരം പാടില്ലേ? എന്തൊരു സങ്കടം. റമളാൻ മാസത്തിൽ പിശാചുക്കളൊക്കെ വിത്തുകൾ അറിയിക്കുന്നുണ്ടല്ലോ. അല്ല, അത് ഹദീസിലുള്ളതുകൊണ്ടാണല്ലോ ഇപ്പൊ ജക്കരിയും ബാലുശ്ശേരിയൊന്നും ഇപ്പൊ പഴയ പോയില്ല. ഹദീസിൽ ശരിയാണ് പറഞ്ഞു നിങ്ങള്. റമളാൻ മാസമായിട്ട് ഇപ്പം ബാലുശ്ശേരിയും പിന്നെ ജക്കരിയും ഒക്കെ കുറവാണ്. അത് ശരിയാണ്, കറക്റ്റാണ് നിങ്ങൾ പറഞ്ഞത്. ഞാനിപ്പോ അള്ളാന്റെ റസൂല് പഠിപ്പിച്ചൊരു നിസ്കാരത്തിൽ അതിന്റെ അവസാന ഭാഗത്തിൽ കുനൂത്ത് ഓതൽ സുന്നത്താണോ ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിനെ പിശാചിനാക്കുന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് അറിയാന്ന് അറിയാല്ല, അറിയില്ല എന്ന് പറയാം. അതല്ല അതിന്റെ ഒരു മര്യാദ. മുസ്ലിമിനോട് സലാത്തില്ലാത്ത കുനൂത്ത അല്ല, മുസ്ലിമിനോടല്ലേ എന്ത് വിത്ര? അപ്പൊ ഞാൻ മുസ്ലിമിനോട് സലാത്തില്ലാത്താക്കി എന്ത് വിത്ര, എന്ത് കുനൂത്ത്? അൽഹംദുലില്ലാ. എന്താ കെട്ടിക്കെട്ടെന്ന് ചോദിച്ചു. അല്ല, നിങ്ങൾ മുമ്പത്തതിയായിട്ടാണ് ഞാൻ കണക്കൂട്ടി. ഞങ്ങൾ മുസ്ലിമായിട്ട് ഞാൻ കണക്കൂട്ടിയില്ല. മുസ്ലിമിനോട് സലാത്തില്ലാത്താക്കി എന്ത് വിത്ര, എന്ത് കെട്ടിക്കെട്ടില്ലേന്ന് ചോദിച്ചത്. നിങ്ങൾ കേട്ടില്ലേ? വസ്സലാം വല മനിത്തബൽ ഹുദാൻ അള്ളാന്റെ മുഴുവൻ ശൈത്താന്മാരെയും കെട്ടിടുന്ന മാസല്ലേ? അതെ. സലാമ് മാസം അതറിയില്ലേ? സലാമ് ഹിദായത്തുള്ള ആൾക്കാണ് അബ്ദുറഹ്മാൻ അൻസാരി. അതുകൊണ്ടല്ലേ നിങ്ങൾ കക്കൂസിന്ന് പുറത്തു വന്നോ സലാം ചെല്ലാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി دعوة التامة لما حمل وتمضي درجة الرفيع وبعثه مقاما محمودا الذي وعدته ورزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. പറ, ബാക്കി പറ. എല്ലാ ചങ്ങായി ഭാഗ്യനേശുള്ള ഒരു ദുആ ചൊല്ലിക്കൂടെ? എന്താ ഇത് നിങ്ങള്? ഞാൻ ചെറിയൊരു വിഷയം ചോദിക്കൊണ്ടിരിക്കുന്നു. പിന്നെ അതെ, ഞാൻ ചെറിയൊരു വിഷയം ചോദിക്കൊണ്ടിരിക്കുന്നു. പിന്നെ രാത്രിയിലെ വിത്രിസ്കാരം ഉണ്ടല്ലോ, ഈ വിത്രിസ്കാരത്തിൽ ഉണ്ടല്ലോ, വിത്രിസ്കാരത്തിൽ എന്താ പറഞ്ഞത്? സുബഹിയല്ല, വിത്രിസ്കാരത്തിൽ കുനൂത്ത് ഓതല് പിന്നെ സുന്നത്താണോ? അത് ശരി. സാധാരണ ഗതിയിൽ പിന്നെ വിത്തറില് കുനൂത്ത് ഓതണ്ടയില്ല. ഹലോ, കേൾക്കുന്നില്ല?
ഞാൻ കേൾക്കുന്നുണ്ട്. അങ്ങനല്ല, പ്രയാസങ്ങളും ഉണ്ടാകുകയാണ് ചെയ്യുന്നത്. അത് ശരി. അപ്പൊ സാധാരണഗതിയിലുള്ള നിസ്കാരങ്ങളിൽ ഇതിൽ കുരുത്ത് പോകേണ്ടതില്ല. അല്ല, വിത്തറിൽ മാത്രമല്ല, നെക്സ്റ്റുള്ള ക്ഷമ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായ എല്ലാ നമസ്കാരങ്ങളിലും നിങ്ങൾക്ക് വിത്തറിൽ മാത്രമായിട്ടൊന്നല്ല അല്ലെ, സാമൂഹ്യമായ വിപത്തുണ്ടാവുമ്പോൾ. അത് ശരി. ഈ വിത്തർ എന്ന് പറഞ്ഞത് പിന്നെ ശരിക്കും പറയുന്നത് അവസാനം ഒറ്റയാക്കുന്നതുകൊണ്ടാ വിത്തർ എന്ന് പറയുന്നത് ശരിക്കും? അതെ, ഒറ്റ. അപ്പൊ ഈ വിത്തർ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഈ വിത്തർ നിസ്കാരവും തറാവി നിസ്കാരവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ശരിക്കും? അതൊക്കെ ഒരു നിസ്കാരത്തിന്റെ പേരാണ്. ഖിയാമുല്ലൈലി, സലാത്തുൽ വിത്റൊക്കെ പറഞ്ഞു. അപ്പൊ ഇപ്പൊ നിസ്കാരത്തെ പറ്റി ഇല്ല. അത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലാണ്. ഹദീസ് ഗ്രന്ഥങ്ങളിൽ തറാവീഹ് കാണുന്നത് ഖിയാമുല്ലൈലി. അത് ശരി, ഖിയാമുല്ലൈലി. അപ്പൊ ഈ ഇശാ കഴിഞ്ഞ ഉടനെ നിസ്കരിക്കില്ലേ സാധാരണ നമ്മള് പള്ളിയിൽ? പിന്നെ റമദാനിലല്ലോ പള്ളിയിൽ നിസ്കരിക്കും. നമ്മള് റമദാനിന് നമ്മള് ആളുകൾക്ക് സൗകര്യം ചെയ്തിട്ടാണ്. എങ്ങനെയാ? ആളുകൾക്ക് വീട്ടിലില്ല, അവർക്ക് വീട്ടിൽ നിന്ന് നിശ്ചയിക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാവരും കൂടി ജമാഅത്തായിട്ട് പള്ളിയിൽ നിർവഹിക്കുന്നു. ശരി. അപ്പൊ നമ്മളിപ്പോ സൗകര്യം ചെയ്തു കൊടുത്ത പ്രകാരം ആളുകൾ നിസ്കരിക്കണം. ആ നിസ്കാരത്തിന് ശരിക്കും ആ സമയത്ത് നമ്മൾ എന്താ നിയ്യത്ത് ചെയ്യേണ്ടത്? ഏത് നിസ്കാരത്തിന്? അതായത് ഇശാ കഴിഞ്ഞ ഉടനെ തന്നെ തുടങ്ങുന്ന നിസ്കാരം ഉണ്ടല്ലോ. ഇശാസ്കാരം കഴിഞ്ഞാൽ നമ്മൾ തറാവി എന്നുള്ള പണ്ഡിതന്മാർ ഉപയോഗിച്ച വാക്കാണ്. അപ്പൊ അത് നിയ്യത്തിൽ നമ്മളപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊണ്ടുവന്ന നിയ്യത്തല്ലേ ചെയ്യേണ്ടത്? തറാവീഹ് എന്നറിയാം. എങ്ങനെയാ? ഖിയാമുല്ലൈലി റമദാനിൽ മാത്രം തറാവീഹ് എന്ന പേരിലാണ് അറിയപ്പെടുക. അല്ല, അത് നിങ്ങൾ പറഞ്ഞല്ലോ പണ്ഡിതന്മാരുണ്ടാക്കിയതാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ ഇല്ല നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങളിപ്പം തൊട്ടു മുമ്പ് പറഞ്ഞില്ല അത് പിന്നെ തറാവീഹ് എന്നുള്ള നിസ്കാരം പിന്നെ ഹദീസിന്റെ കിതാബിൽ കാണൂല. നിസ്കാരത്തെ സംബന്ധിച്ച് സലാത്ത് തറാവീഹ് എന്ന് പറഞ്ഞിട്ടല്ല. അല്ല, അതിന്റെ നിയ്യത്ത് നമ്മൾ എങ്ങനെ ചെയ്യേണ്ടെന്ന് ചോദിച്ചത്. ആ നിസ്കാരത്തിന്റെ നിയ്യത്ത് എങ്ങനെ ചെയ്യണ്ടേ? ഫോണിലധികം സംസാരിക്കാൻ കഴിയും. ആ നിയ്യത്ത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. അത് പറഞ്ഞാൽ നന്നായിരുന്നു. അത് ഞാൻ പറഞ്ഞത് നമ്മൾ റമദാനിന് ശേഷമുള്ള റമദാന്റെ ഇശാ കഴിഞ്ഞ ശേഷം ഞാൻ തറാവീഹ് നമസ്കാരം ഖിയാമുല്ലൈലി നിശ്ചയിക്കുന്നു. എങ്ങനെ പിന്നെ മൊത്തത്തില് പിന്നെ 2 റക്അത്ത് ആയിട്ട് വെക്കേണ്ടതല്ല, മൊത്തത്തിൽ ഒന്നായിട്ടോ? അല്ല, ഖിയാമുല്ലൈലി എന്ന് പറയുമ്പോൾ ഖിയാമുല്ലൈലി നിശ്ചയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അവസാനിക്കുന്ന വരെ. അത് ശരി. അപ്പൊ ഓരോ റക്അത്തിലും പിന്നെ ഓരോ 2 റക്അത്തിന്റെ തുടക്കത്തിലും പറയേണ്ടില്ല? ആവശ്യമില്ല, അങ്ങനല്ല. അതായത് സ്റ്റാർട്ടിങ്ങിൽ, അതായത് തറാവി കഴിഞ്ഞിട്ട് അല്ല ഇശാ കഴിഞ്ഞിട്ട് ഈ പിന്നെ നിസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന ആ സമയത്ത് മാത്രം നിയ്യത്ത് മതിയാവും അല്ലെ? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നീറ്റ് ചെയ്താൽ മതി. ഞാൻ ഖിയാമുല്ലൈലി നിർവഹിക്കാം. അത് ശരി. അല്ല, ചില സമയത്ത് ചില ആളുകൾ ചില ഇടവേളകളിൽ നിസ്കരിക്കില്ല. ഇപ്പൊ യാത്രയെല്ലാം പുറപ്പെടുന്നതാണെങ്കിൽ ഒരു 4 റക്അത്ത് നിസ്കരിച്ച് അവർക്ക് കിട്ടിയ റക്അത്ത് അവർ നിസ്കരിക്കും. അല്ല, അപ്പൊ അടുത്ത പിന്നെ റക്അത്ത് തുടങ്ങുമ്പോൾ വീണ്ടും നിയ്യത്ത് വേണമെന്ന് ചോദിക്കുന്നത്? അങ്ങനല്ല, നിങ്ങൾ അടുത്ത റക്അത്തല്ലല്ലോ, നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അപ്പൊ നിങ്ങൾ ഖിയാമുല്ലൈലി നിർവഹിക്കുന്ന. ഞാൻ ചോദിച്ചത് മൗലവിക്ക് മനസ്സിലായില്ല തോന്നുന്നു. ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചു ചിലപ്പോ നമ്മൾ യാത്രയിൽ ചിലപ്പോ 4 റക്അത്ത് നിസ്കരിക്കാനുള്ള ഒരു സൗകര്യം ഒരുത്തേന്ന് കിട്ടിയുള്ളൂ. അപ്പൊ ആ 4 റക്അത്ത് നിസ്കരിച്ച് 4 റക്അത്തിന് ശേഷം നിങ്ങൾ അവസാനിപ്പിക്കുന്നത് എന്തെങ്കിലും ഒറ്റയാക്കി അവസാനിച്ചാണ്. എങ്ങനെയാ? അധികം 11 റക്അത്ത് അതിൽ കുറയുന്നതിന് തോന്നുന്നില്ല. അപ്പൊ 5 റക്അത്തായിട്ട് നിർത്താനോ നിങ്ങള്? അങ്ങനെയാവാം, 7 ആവാം, 9 ആവാം, വർദ്ധിപ്പിക്കാൻ പാടില്ല. അത് ശരി. അപ്പൊ ഈ ഹറമിൽ കാണുന്നത് ഇങ്ങനെ ഇശാക്ക് ശേഷമുള്ള നിസ്കാരം അതേതാണ്? അല്ല, ഇതും കൂടി ഹറമിലുള്ള നിസ്കാരം ഏതാണ്? ഹറമില് ഇശാക്ക് ശേഷം കാണുന്ന ഒരു 23 കാണുന്നുണ്ടല്ലോ, അതേതാണ്? അത് നിങ്ങൾ അവിടെ അന്വേഷിക്കണം. പഠിച്ചോനെ, ഹറമിലുള്ള ഒരു കാര്യം നമ്മൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബാധ്യതയില്ലേ? ഹറമിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഖുർആന്റെ ഹദീസിലുള്ള ബാധ്യത. അല്ല, ഹറമിൽ ജനങ്ങൾ ചെയ്യുന്നില്ലല്ലോ. സൗദി ഭരണകൂടം ഔദ്യോഗികമായിട്ട് നടപ്പിലാക്കുന്ന സൗദി ഭരണകൂടം ചെയ്യുന്നതല്ല ഇസ്ലാമും തെറ്റിദ്ധരിക്കുന്നു. അല്ല, അങ്ങനെയല്ല ചോദിച്ചത്. സൗദി അപ്പൊ അവർ ചെയ്യുന്നത് ഇസ്ലാമിക അല്ലേന്നാ ചോദിക്കുന്നത്? അല്ല, അതൊക്കെ പറയുന്ന പണ്ഡിതന്മാരും പല ഭരണ നേതൃത്വവും
ഇല്ല, മറ്റുള്ള സ്ഥലമാണെങ്കിൽ നമുക്ക് ഖുറാഫാത്ത് എന്നൊക്കെ പറഞ്ഞ എന്തെങ്കിലും ഇതാക്കിയാണ്. പക്ഷെ ഇവിടെ സൗദിയിലൊക്കെ നടക്കുന്ന ഖുറാഫാത്തെന്നോ അല്ലെങ്കിൽ അതൊന്നും സൗദി അറേബ്യയിൽ നടക്കുന്നു എന്നുള്ള ഇസ്ലാമിൽ തെളിവായിട്ട് നബി പറഞ്ഞില്ലല്ലോ. ഞാൻ അങ്ങനെയല്ലേ പറഞ്ഞത്. സൗദി മക്കത്തേക്ക് നോക്കി എന്തോ ഉണ്ടോ നടക്കുന്ന ചിലവ് എന്നല്ല പറഞ്ഞു. ഖുർആൻ ഹദീസിന്റെ നോക്കി നമുക്കുണ്ടോ? അപ്പൊ ഹറമിൽ ഇപ്പൊ ഉള്ളത് പിന്നെ ശരിക്കും ഇസ്ലാമിക അല്ല സംഭവം. എനിക്ക് അവിടുത്തെ പറഞ്ഞ എല്ലാവരും ഇമാം ഒറ്റത്തെ കഴിക്കുന്ന ഇമാമ് മാറുന്ന അവസ്ഥ. എങ്ങനെയാണ് കേട്ടില്ല നിങ്ങൾ പറഞ്ഞ? തുടരുന്ന കേട്ടില്ല പറഞ്ഞത്. അവിടെ ഇങ്ങനെ റമളാനില് അവിടെ നിന്ന് സ്ഥിരമായി നേരം വിളിപ്പോ നമസ്കാരമുണ്ട്. അതിലൊക്കെ കൂടുന്ന ആൾക്കാരാണ്. അല്ല, ഫസ്റ്റ് ഒരു 23 ഉണ്ടല്ലോ, അതേ ചോദിക്കുന്നേ. തറാവി കഴിഞ്ഞ ഇശാ കഴിഞ്ഞ പാട് എന്റെ ശ്രദ്ധ ഇശാ കഴിഞ്ഞ പാട് ഈ 8 ആള് മാറും. 8 മാറില്ലല്ലോ. ഉണ്ടല്ലോ 8 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇമാം മാറുക. 8 വെക്കാതെ കഴിഞ്ഞാൽ അവർ മാറും. അപ്പൊ ഇവിടെ തുടർന്നാൽ ആരൊക്കെ തുടരും. ആ ശരി. അപ്പം മറ്റേ ഇമാമ എത്ര നിസ്കരിക്കേണ്ടി വരിക? അത് വേറെ ജമാഅത്ത് തന്നെ കൊണ്ട് പങ്കെടുക്കുന്നത്. അപ്പൊ ആ ആള് 8 വെക്കാത്ത വരും. അപ്പൊ 16. അപ്പൊ പിന്നെ ഓരോരുത്തർക്കും എത്ര ആവുന്ന അതിനേക്ക് പോവാണ്. അത് ശരി. അപ്പൊ ഇനി എണ്ണം കണക്കൊന്നുമില്ല. നേരം മുൾക്കോളം നിസ്കാരം ഉണ്ടാവും. അവിടെ നിസ്കാരം നേരം മുൾക്കോളം ഉണ്ടാവും. അത് ശരി. അപ്പൊ ഇനി പ്രത്യേകിച്ച് എണ്ണ ഇല്ലാന്നർത്ഥം. നിങ്ങളിപ്പോ പറയുന്നത് നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടേണ്ടത്? അല്ല, ഉത്തരം അല്ല, ചോദ്യം അല്ല. അപ്പൊ ഉത്തരം എന്താ വേണ്ടത് നിങ്ങൾക്ക്? നിങ്ങളിപ്പോ ഹറമിൽ നമസ്കരിക്കുന്നതിനെ പറ്റി എന്നോട് ചോദിക്കുന്നതിനേക്കാൾ നല്ല നിങ്ങൾ ഹറമിലുള്ള ആ ഭാഗത്ത് നിന്ന് കൊണ്ടുവന്നിട്ട് അന്വേഷിക്കാം. അല്ല, ഞാൻ ചോദിച്ചത് എന്റെ ചോദ്യം നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ? അല്ല, ഈ ശരിക്കും ഈ 11 റക്അത്ത് നിസ്കരിക്കണം എന്നുള്ളതിന് ശരിക്കും പ്രമാണം ഹദീസാണോ ഖുർആനാണോ? എന്താണ് ശരിക്കും പ്രമാണം? അത് ഏത് ഹദീസാണ്? ഏത് ഹദീസാണ് പ്രമാണം? ഈ വലാഫി ഗൈരിഹി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? അപ്പൊ റമളാൻ അല്ലാത്ത കാലത്ത് തറാവീഹ് ഉണ്ടോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ നിങ്ങളിപ്പോ പറഞ്ഞ മാക്കാൻ യസീദ് ഫീ അല്ല മാക്കാൻ യസീദ് അല്ല ഈ പറഞ്ഞ ഹദീസിൽ വിത്റാന്നും പറയുന്നില്ലല്ലോ മൗലവി. ഈ പറഞ്ഞ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനല്ലാഹ്. ഇപ്പോ സുഹൃത്തുക്കളെ നിങ്ങൾ കേട്ടോ, ഞാന് ഇതിന്റെ ആദ്യ ഭാഗം ഞാൻ കേട്ടിട്ടില്ല. ഞാനിപ്പോ അവസാനം വന്നപ്പോ ഈ മൗലവി ഏതേനും മൗലവി ഇപ്പൊ ഈ സംസാരിച്ചിരുന്നത് സുഹൃത്തുക്കളെ? മൊട്ടയടിക്കൽ കുഫിയത്താണെന്ന് പറഞ്ഞ മൗലവി അല്ലേ? തല മൊട്ടയടിച്ച കാഫിറാവുന്ന പ്രസംഗിച്ച മൗലവിയാണ് അല്ലേ? അയാളല്ലത് കെ വി അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറഞ്ഞ ഇവരെ ഖുർആൻ ലേണിംഗ് കോഴ്സിന്റെ അല്ല കരിമ്പുലാക്കലല്ല അത്. കരിമ്പുലാക്കൽ എന്ന് പറയുന്നത് അത് മടവൂരിന്റെ നേതാവാ. മൊട്ടയടിക്കൽ പാടില്ല, മൊട്ടയടിക്കൽ കുഫിയത്താണെന്നാ മൂപ്പര് പ്രസംഗിച്ചിട്ടുള്ളത്. ഗുളിക മൗലവി എന്നും പറയും. ഏതായാലും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇതിൽ കേൾക്കണ സുഹൃത്തുക്കളെ, ഈ കേസ് എന്നുള്ളവരൊക്കെ ഒന്ന് എസ് അടിക്കുക. കേസ് എന്നുള്ളവരൊക്കെ ഒന്ന് KS എന്ന് അടിച്ചാൽ മതി. ഞാൻ അവരോട് മാത്രം ഒന്ന് ചോദിക്കാനാണ്. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, മക്കയിലും മദീനയിലും 23 റക്അത്ത് നിസ്കരിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോ ഇവൻ കണ്ണുക്ക് നോക്കി നുണ പറഞ്ഞു കേട്ടില്ല. അയാൾക്ക് തന്നെ അറിയാലോ സത്യമെല്ലാം പറയുന്നത് എന്നുള്ളത്. 8 നിസ്കരിച്ചാൽ അവിടെ ഒരു ഇമാമ് പിന്മാറുന്നു. നിങ്ങൾ കേട്ടില്ല എല്ലാവരും? മക്കയിലും മദീനയിലും 8 നിസ്കരിച്ചാൽ 8 റക്അത്ത് കഴിഞ്ഞാൽ ഒരു ഇമാം എന്ത് ചെയ്യും? പിന്മാറും. പിന്നെ വേറെ ഒരു ഇമാം 8 നിസ്കരിക്കുന്നു. നിങ്ങൾ കേട്ടോ കേട്ടില്ലേ? കേട്ടവരൊക്കെ ഒന്ന് എസടിക്ക്. എല്ലാരും കേട്ടു. ഇനി ഞാൻ ചോദിക്കട്ടെ, ഇയാൾ പറഞ്ഞത് പച്ച നുണയാണോ അല്ല സത്യാണോ? നിങ്ങൾ കേസിലുള്ളവരാണല്ലോ.
വരട്ടെ വരട്ടെ. അതന്നെ കണ്ട, നോണയാണ് നിങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ടില്ലേ? പച്ച കള്ളമാണ് പറഞ്ഞത് എന്ന്. ഇതാണ് പറയുന്നത് മുജാഹിദുകൾ എന്ന് പറയുന്നത്, വഹാബികൾ എന്ന് പറയുന്നിടത്ത് അവര് കുടുങ്ങണ സ്ഥലത്ത് അവർ കണ്ണുക്ക് നോക്കി നുണ പറയും. അതിന്റെ വ്യക്തമായ ഉദാഹരണമല്ലേ ഇപ്പത്? മക്കയിലും മദീനയിലും ആദ്യത്തെ ഇമാമ് 10 റക്അത്ത് നിസ്കരിച്ചിട്ടാണ് പിന്മാറുക എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ലേ? ഇത് അവനും അറിയാത്തതും അയാൾക്കും അറിയാത്തതും കൊണ്ടല്ലത്. പിന്നെന്താ? ഇതേ നോണ ഈ വിഷയം സംബന്ധമായി മഞ്ചാടി എ.പി. അബ്ദുൽ ഖാദർ മൗലവിയുമായി ഇതിനു മുമ്പ് സംസാരിച്ചപ്പോൾ എ.പി. അബ്ദുൽ ഖാദർ മൗലവി ഒന്ന് പറഞ്ഞു ആ നോണ മഞ്ചാടിയോട്. എന്താ പറഞ്ഞത്? ആദ്യത്തെ ഒരു ഇമാം എന്ത് ചെയ്യും? 8 നിസ്കരിച്ച് പിന്മാറും, വിദേഹത്ത് ചെയ്യണ്ട എന്ന് കരുതിയിട്ട്. പക്ഷെ ഉടനെ എന്ത് ചെയ്തു? മഞ്ചാടി പറഞ്ഞു, അല്ല, ഞാൻ ഇവിടെ കേസയിലാണുള്ളത്, അവിടെ 10 നിസ്കരിച്ചിട്ടാണല്ലോ പിന്മാറുന്നത് എന്ന് പറഞ്ഞപ്പോ എന്ത് ചെയ്ത്? മൂപ്പര് അതിൽ നിന്ന് മെല്ലെ പിന്മാറി. പിന്നെ മൂപ്പര് കണക്കൂട്ടുന്ന ഒരു കണക്കുണ്ട്, അത് നിങ്ങളൊക്കെ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. അവസാനം മഞ്ചാടിയോട് ചോദിക്കണ 8 എത്രയാണ്? മനസ്സിലായില്ലേ? എങ്ങനെ കൂട്ടിയിട്ടും 23 തികയണില്ല. അപ്പൊ കണ്ണുക്ക് നോക്കി ദീനിന്റെ കാര്യത്തിൽ പച്ച കള്ളം പറയുന്ന ഒരു വർഗം ഇവരെ പോലെ വേറുണ്ടോ ഇല്ലേ എന്നുള്ളത് ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ശ്രോതാക്കളെ നിങ്ങളും ചിന്തിക്കണം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഞാൻ കേസയിലുള്ളവരോട് ചോദിച്ചത് അവർ കൂടുതൽ അതിൽ പങ്കെടുക്കുകയും കാണാനും ഒക്കെ അനുഭവം ഉള്ള ആളുകളായതുകൊണ്ട് കേസയിലുള്ളവരോട് ചോദിച്ചത്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. സൗദിയുടെ ചാനൽ നമ്പർ 1 അറബിയിലും അത് മക്കയിൽ നിന്നുള്ള ലൈവും, ചാനൽ നമ്പർ 2 ഇംഗ്ലീഷില് മദീനയിൽ നിന്നുള്ള ലൈവും എല്ലാവർക്കും ലഭിക്കുന്നതാണ് ടെലിവിഷനിൽ. നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് 10 റക്അത്ത് നിസ്കരിച്ചിട്ട് പിന്മാറണം. പക്ഷേ ഈ കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി എന്ന് പറയുന്ന മൊട്ടയടിച്ചാൽ കുഫ്രിയത്താണ്, മൊട്ടയടിച്ചാൽ കാഫിറാകും എന്ന് പ്രസംഗിച്ച ഈ മുർച്ചുത്തി മൗലവി പറയുന്നു അവിടെ 8 നിസ്കരിച്ചിട്ടൊരു ഇമാമ് പിന്മാറലാണ്. ഇതിപ്പോ നുണയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യപ്പെട്ടില്ലേ? അപ്പൊ ഈ രൂപത്തിൽ മുസ്ലിമീങ്ങൾക്കൊക്കെ എല്ലാവർക്കും കാണാനും അറിയാനും കഴിയുന്ന കാര്യത്തിൽ വരേക്കും നുണ പറയാൻ മടിയില്ലാത്ത, അള്ളാഹുവിനെ ഭയമില്ലാത്ത ഈ വർഗം ഖുർആന്റെ സുന്നത്തിന്റെ പേരിൽ എന്തെല്ലാം നുണ പറയുന്നുണ്ട്. സാധാരണക്കാർക്ക് അറിയില്ലല്ലോ. ഇതിപ്പോ സാധാരണക്കാരായ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമല്ലേ? അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്നുള്ളത് ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ അവസാനം ഈ കേട്ട നുണയാണ് ഞാൻ കേട്ടത്. ഏതായാലും ഇൻഷാ അല്ലാഹ് 1-2 ആളുകൾ കൈപൊക്കിയിട്ടുണ്ട്. അവർക്കൊക്കെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുണ്ടാവും. എല്ലാവർക്കും ഇത് സംബന്ധമായി ശ്രോതാക്കളായിട്ടുള്ള റൂമിലുള്ള എല്ലാവർക്കും കുറഞ്ഞ വാക്കുകളിൽ കേട്ടതിനെ കുറിച്ച് പ്രതികരിക്കാവുന്നതാണ്. അനുകൂലമായും പ്രതികരിക്കാം, പ്രതികൂലമായും പ്രതികരിക്കാം. എല്ലാവരെയും മൈക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. അസ്സലാമു അലൈക്കും.